ഗൈസ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് പരിപ്പുവട. അപ്പം ഞാൻ ഇത്രയും ദിവസം ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം ഇവിടെ പെയിൻറ്റിങ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെയൊക്കെ അതായത് ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, ഒന്നും കാണിക്കാൻ പറ്റിയില്ല. വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റി, പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ചെയ്തായിരുന്നു. അപ്പം ഇവിടെ പെയിൻറ്റിങ് ആയിരുന്നു, ഞാനൊന്നും ബിസി ആയിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ പെയിൻറ്റിങ് ആയിരുന്നു. അപ്പം അതപ്പോൾ നേരെ വീട്ടിലോട്ട് പോയാൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. കുഞ്ഞുള്ളിയാണ് വേണ്ടത്, പക്ഷെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഈ വെല്ലുള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു കഴിച്ചു. അത് നമുക്ക് അത്ര പറയാനുള്ളൂ. പിന്നെ എന്താ കരേവെപ്പല്ല, ഏതാണ്ടൊരു പല. പിന്നെ അതെ ഇഞ്ചി, പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഇച്ചിരി അരിക്കണം. പിന്നെ ഇതാ പരിപ്പ് കുതിർന്ന് വെക്കണം വെള്ളത്തിൽ. പരിപ്പ് ഹാഫ് അരിച്ചാൽ മതി, ഫുൾ അരിക്കണ്ട കേട്ടോ ഗൈസ്. ഇത് അത്ര നല്ലതല്ല അരിക്കാൻ. പിന്നെ കായപ്പൊടി, ഇത് കായപ്പൊടി ഉപ്പ് നമുക്ക് മെയിനാണ്. എന്തിനാ ടാങ്ക് വെളിച്ചെണ്ണ, ടാങ്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നില്ല. ആ വെളിച്ചെണ്ണ ശുദ്ധമുള്ള വെളിച്ചെണ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് എന്തൊക്കെ പറയുന്നത്, എനിക്ക് ധൃതിയായിരുന്നു പറയുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പക്ഷെ ഇത് ഹാഫ് ആയിരിക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ അമ്മച്ചി ഗൈസ്. ഹായ് പറഞ്ഞു. ഇതാണ് എൻ്റെ അമ്മച്ചി. നമുക്ക് ഇത് പരിപ്പ് മിക്സിയിലോട്ട് അടിക്കുക. ഇത് ഹാഫ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ, കണ്ടോ? ഇത് ഹാഫ് പരിപ്പ് അരിക്കാൻ പാടുള്ളൂ. കൂടുതലടിച്ച് എനിക്കറിയില്ല എന്ത് പറ്റും, അത് എൻ്റെ അമ്മച്ചി പറഞ്ഞത് തന്നെ. അപ്പോൾ നമ്മൾ ഇത് അരിച്ചിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പരിപ്പ് ഹാഫായിട്ട് നമ്മൾ അരിച്ച് ഒരു ഇത് ഇട്ടാൽ മതി. ഒന്നിട്ടിട്ട് പെട്ടെന്ന് എടുക്കും. അപ്പം ഞങ്ങൾ ഫുൾ അരിച്ചെടുത്തു ഗൈസ്. ഇതൊക്കെയാണ്. ഇനി നമ്മൾ കായം ഇടുന്നു. അതെൻ്റെ അമ്മച്ചിയുടെ ഇട കൂടിപ്പോയാൽ പിന്നെ എൻ്റെ കുറ്റമാണ്, പിന്നെ അത് എൻ്റെ തലയിലാവും. പിന്നെ എനിക്ക് ഒന്നും കേൾക്കണ്ട. ഉടനെ എൻ്റെ അമ്മച്ചി അവിടെ ഉണ്ട് ഗൈസ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക? കൈ എഴുതുക മറ്റേ. നമ്മളിപ്പം ഈ പേര് വന്നത് കായം നമ്മുടെ പരിപ്പിൽ വെച്ചിരിക്കുക ഗൈസ്. ഇത് ഇത്തിരി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ അരിച്ച ഉള്ളിയും കൂടെ ഇതിൻ്റെ മേളിൽ ഇടാം. ഇതെല്ലാം എൻ്റെ അമ്മച്ചി വെച്ചിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇട്ട എൻ്റെ പേര് നീ കുഴക്കണം. ആ കുഴക്കുക. ചിലർ ഈ സ്പൂണും കൊണ്ടൊക്കെ ഇളക്കും, പക്ഷെ അതിൻ്റെ രുചി അങ്ങനെ സ്പൂണിൻ്റെ കിട്ടുന്നത്. നമ്മുടെ കയ്യിൻ്റെ മീനിൻ്റെ എല്ലാ ഫ്ലേവർ ഇട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കണം. ഇല്ലേ നമ്മൾ ഉപ്പിടാൻ പോവാ. എത്ര വേണം? നീ വേണോ? മതിയോ? ഗായ്സ്, ഇനി ഇത് എൻ്റെ പേരിലായിരിക്കും ഗായ്സ് ഉപ്പിടുന്നതിന്. ഞാനിപ്പോൾ ഉപ്പിടണല്ലേ, ഞാൻ ഉപ്പിട്ടു. അപ്പോൾ നമുക്ക് ഇനി അമ്മച്ചി ഇത് കഴിക്കാൻ പോവാ. എന്നിട്ട് എൻ്റെ അമ്മച്ചി അച്ചാർ ഒരു കുപ്പിയിലാക്കി ഗൈസ്. അച്ചാർ ഉണ്ടാക്കിയതാ ഗൈസ്. ഇതിപ്പോൾ പൊട്ടിയെങ്കിൽ എൻ്റെ ഇപ്പം കുപ്പി പൊട്ടി പറയും. ഇങ്ങനെ വെക്കാം. ഇനി ഉരുട്ടുക ഗൈസ്. ഞാനും വേണ്ടു ഗൈസ്. ഞാനിതൊന്നും എക്സ്പേർട്ട് അല്ല, എന്നാലും ഒരു മയക്കത്തിൽ ഞാനൊന്നും ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ഗൈസ് ഇതൊക്കെ എന്തോ ചെയ്യണം. ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ കുഞ്ഞിതാ ഗൈസ്, എൻ്റെ വലിയ കൈയൊന്നും അല്ല. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക ഗൈസ്. ഇട്ടിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടാൻ പോവാം. എണ്ണ നല്ല ചൂടായി. നീ പേടി ഗൈസ്, തെറിച്ചില്ല വായിക്കുന്നില്ല. പ്രശ്നം എൻ്റെ അമ്മച്ചി എക്സ്പേർട്ട് ഗൈസ്. ഞാനിട്ടെ
കർത്താവേ, എന്നെ മാത്രം രക്ഷിക്കണം. എന്റെ ഇടലിടില്ല ഇടില്ല ഇടില്ല ഇട്ടാ ഞാൻ ചാവുക. എന്തൊരു ഇതോ ഇത്തിരി വേണ്ടായിരുന്നു. ഞാനിരുന്ന സമയത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സാധനം. ഞാനാണ് ഇപ്പോഴത്തെ കുക്ക് ഷെഫ്, അതുകൊണ്ടല്ലേ ഞാൻ പഠിക്കണം പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു അത് ഞാൻ ഇട്ടു. ഇതാണ് പരിപ്പ് വട. ഇപ്പം ഇതായിട്ടില്ല, എത്രയും നമ്മളിപ്പോൾ വെച്ചതേ ഉള്ളല്ലോ. നമ്മൾ ഉരുട്ടാക്കുന്നില്ല കേട്ടോ. അത് ആക്കിയപ്പോൾ പ്ലേറ്റിലാക്കിയപ്പോൾ അത് നമ്മൾ പിന്നെ ഒന്നുകൂടെ ചെയ്യേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട ഗൈസ്. നമ്മളിങ്ങനെ അങ്ങ് ഉരുട്ടിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ ക്യാമറമാൻ ഒരു സംഭവം തന്നെയാണ് ഗൈസ്. ക്യാമറമാൻ എന്താ ചെയ്തു ഇങ്ങനെ അങ്ങ് നീക്കിട്ട് ഒരു ശബ്ദം പറ്റുന്നു. ഈ ശബ്ദം എന്താണ് ശബ്ദം? അത് എനിക്കൊരു അറിയില്ല. ഇത് ഞാൻ നോക്കും അതെ എവിടുത്തെ സൗണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതെടുത്ത് പ്ലേറ്റിലോട്ട് വെക്കാം. ഇപ്പോഴല്ല ഗൈസ്, ആയിട്ട് നമ്മൾ പരിപ്പാടി ഇത്ര ഉണ്ടാക്കി നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടാണ്. ഇപ്പം ഏത് ചൂടില്ലാത്ത നമുക്ക് എടുക്കണം ഗൈസ്. എടുക്കാം ഗൈസ്, എടുക്കാം. ചൂടാ അടിപൊളി പറഞ്ഞ എങ്ങനെ പറയണമെങ്കിൽ അറിയാം. പക്ഷെ സൂപ്പർ. ആദ്യം ഞാൻ പരിപാടി തരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം സ്കൂളിൽ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഈ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും ചോറും അതിൻ്റെ ഈ പരിപാടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ബൈ.